സ്റ്റുഡിയോ. ഇറ്റ്സ് മീ പ്രീതി കൃഷ്ണ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഇനി മുതൽ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ നമ്മൾ സരി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച്, ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ചെയിൻ സ്റ്റിച്ച് ആൻഡ് എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. അതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീഡിയോസ് മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 2 സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റായ ത്രെഡാണ്. ഒരുപാട് പ്രഷർ കൊടുത്താൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മൾ ഇതുവരെ സെറി ത്രെഡ് വെച്ചിട്ട് ചെയ്തപ്പോഴൊക്കെ ഒരു സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ സിൽക്ക് ത്രെഡിൽ എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സിൽക്ക് ത്രെഡ് മേടിക്കുന്ന സമയത്ത് നമുക്ക് സെയിം കളറുള്ള 2 ത്രെഡായിട്ട് മേടിച്ചിട്ട് ചെയ്യാം. ഇനി അഥവാ 2 ത്രെഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. എന്നിട്ട് ത്രെഡിലൊരു നൂലും ബോബിനിൽ ഒരു നൂലും എടുത്തിട്ട് എന്ത് ചെയ്യുക, എൻഡ് നോട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബോബിനിൽ ഇപ്പോൾ നമുക്ക് മെഷീനിലിട്ടിട്ട് വേണമെങ്കിലും ത്രെഡ് ചുറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ചുറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാം. സിൽക്ക് ത്രെഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഈ ടിപ്സൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിൽക്ക് ത്രെഡിൽ 2 സ്ട്രാൻഡ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എൻഡ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് ഫ്രെയിമിൽ അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. ആദ്യം എപ്പോഴും വലിയ ചെയിൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അതിന് ശേഷം നമുക്ക് സൈസ് കുറഞ്ഞ ചെയിൻ പ്രാക്ടീസ് ചെയ്യാം. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെയിൻ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് ത്രെഡ് വലിക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുക്കാതെ സോഫ്റ്റായിട്ട് വലിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നീഡിലിൻ്റെ ടിപ്പിൽ വെച്ചിട്ട് വലിക്കാതെ കുറച്ച് കയറ്റി ഇതുപോലെ വെച്ചിട്ട് വേണം വലിക്കാൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിപ്പോകാതെ ത്രെഡ് മുകളിലേക്ക് വരും. ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ എൻഡ് നോട്ട് ഇടാൻ പോവാണ്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 2 ത്രെഡും എപ്പോഴും നീഡിൽ ഉണ്ടായിരിക്കണം. നോട്ട് ഇടുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. എൻഡ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. സിൽക്ക് ത്രെഡിൽ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സെറി ത്രെഡ് നന്നായിട്ട് ആദ്യം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ആ ടെക്നിക്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ സിൽക്ക് ത്രെഡിലേക്ക് കിടക്കാം. ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ക്ലോത്തൊക്കെ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യുക, സോഫ്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ സിൽക്ക് ത്രെഡിൽ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് കണ്ടല്ലോ. ഇനി എല്ലാവരും എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിൽ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഡിസൈനിലേക്ക് അതൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ത്രെഡ് എടുക്കുന്നത്, നീഡിൽ എങ്ങനെയാണ് ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.